വ്ളോഗ്. ആക്ച്വലി നമ്മൾ എൻ റൂട്ടഡ് ടു മണാലിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ലൈക്ക് തുടങ്ങിയപ്പോൾ ജേർണി. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് നിങ്ങളായിട്ട് ഇനി സമാധാനമായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. സോ ഇപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ്. സോ നമുക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് കവർ ചെയ്ത് തരാം നിങ്ങൾക്ക്, എൻ്റെ ജേർണി എങ്ങനെയാണെന്ന്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നോയിഡയിൽ നിന്നായിരുന്നു. രാത്രി ഞങ്ങൾ ഹോൾട്ട് ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സോ ആക്ച്വലി വി ആർ അബൌട്ട് ടു ലൈക്ക് ഡ്രൈവിലാണ്. മണാലി എത്താറായില്ല, ഇനിയൊരു 1.5 hour ജേർണി ഉണ്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് റിയലി എൻജോയ്. ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് വി ആർ ആക്ച്വലി ട്രാവലിംഗ്. സോ റോഹിത്തിനൊരു ഡ്രൈവും എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെല്ലാം റിയലി എൻജോയ് ചെയ്യുന്നുണ്ട്. സോ യെസ് ഗൈസ്, ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ്. മണാലി പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ധാരാളം ടണലുകൾ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൗണ്ടെയിൻസ് എല്ലാം കാവ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ടണൽസാണ്. കുറേ എണ്ണങ്ങളുണ്ട്. ഇത് ഫസ്റ്റ് നമ്പറാണ്, നിങ്ങൾക്ക് കാണാം, ടണൽ നമ്പർ 1. ഇതുപോലെ കുറേ ടണലുണ്ട്. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ടണലിൻ്റെ ഉള്ളിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് കിട്ടാൻ പോണത്. ആൻഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ റൂട്ട്. ആസ് എക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ് ഇവിടെ കുറേ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ വണ്ടിയിലാണ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2 to 3 hours കയ്യിൽ പിടിച്ചോളൂ. മൗണ്ടെയിൻസ് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും ചാൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ കൂടുതലുള്ള ഏരിയാസ് ആയിരിക്കും. സോ അതുകൊണ്ട് ടൈം കയ്യിൽ പിടിക്കുക, റഷ് ചെയ്യാതിരിക്കുക, നല്ല ആരാംസെ സമാധാനമായിട്ട് വണ്ടി ഓടിക്കുക, ട്രാവൽ ചെയ്ത് പോവുക. കാരണം ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ട് അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് റൂട്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് വണ്ടികളായിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പൊക്കോളും. സോ കണ്ടില്ലേ, സൈഡിലെല്ലാം നിറച്ച് മണ്ണ് വീണ് ഇടിഞ്ഞു കിടക്കണത്. ടണൽ 2 ഇടയിൽ കടന്നുപോയി. ഇത് ടണൽ 3 വന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ ടണൽ നമ്മളിനി കിടക്കാൻ പോകുന്നുണ്ട്. സോ നമ്മൾ ഇവിടുന്നാണ് 2 ഭാഗത്തോട്ട് ഷിംല മണാലി എന്നുള്ള 2 പ്ലേസസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ പോകുന്ന മണാലിയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ 2 സൈഡിലോട്ടും തിരിയുക. ഇതാ വന്നു അടുത്ത ടണൽ. നമുക്ക് ടണൽ നമ്പർ 4. പട്ടണത്തോളമൊക്കെ ടണൽസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവസാനം നമുക്ക് അട്ടൽ ടണലിൽ എത്തണ്ടേ, അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അടിപൊളിയാണ് കേട്ടോ. ടണലിൻ്റെ ഉള്ള ഒരു നല്ല ഫീലാണ്. എസ്പെഷ്യലി നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുമ്പോൾ ഒരുമാതിരി നല്ല ഡ്രൈവിങ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു ഗൈസ് റിയലി ആക്ച്വലി നിങ്ങൾ എൻജോയ് ചെയ്യും ഈ ഒരു റൈഡ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ സമയം നമ്മൾ കയ്യിൽ പിടിച്ച് പോകണം, റഷ് ചെയ്യരുത്. മൗണ്ടെയിൻസ് ആയതുകൊണ്ട് നമുക്ക് കേർവ്സ് ഒക്കെ കുറേ ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അതുപോലെ ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിക്കുക, ലൈക്ക് സംതിങ് നിങ്ങൾക്ക് നട്ട്സ് പിടിക്കാം, ഡേറ്റ്സ് പിടിക്കാം, അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് റദർ ദാൻ ചിപ്സിലോട്ടൊക്കെ പോകുന്നതിന് മഖാന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയ്യിൽ പിടിക്കുക. അറിവുകളിലെ ബാക്കിൽ ഇങ്ങനെ സെറ്റായിട്ടാണ് അവനവിടെ ബെഡ് ഉണ്ടാക്കി അവിടെ സമാധാനമായി ഇരുന്ന് അവൻ്റെ പണികളൊക്കെ ചെയ്യാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്സ് കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ആകുമ്പോൾ ആ ഒരു ടയർഡ്നെസ് വേണ്ടാന്ന് വെച്ചിട്ട്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ഗൈസ്. ഇനി നമുക്ക് കാണാം മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെയാണെന്ന്. വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ബിയാസ് റിവറാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. ഇതേ വഴി തന്നെയാണ് നമുക്ക് ലേ ലഡാക്കിൽ പോകണമെങ്കിലും ഈ റൂട്ട് തന്നെയാണ് എടുക്കുക. 5-12 kilometer ആണ്. നമുക്ക് അടുത്ത തവണ പോവാം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആക്ച്വലി മൗണ്ടെയിൻസിൽ പോകാമെന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി നോർത്തേൺ
പ്ലേസസിലുള്ള മൗണ്ടെയ്ൻസിൽ റോഡ്സ് ഭയങ്കര നാരോ ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ചില റീൽസിലും വീഡിയോസിലൊക്കെ കാണാറില്ലേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലുള്ള ഒരു റോഡാണ് ഇത് ഭയങ്കരമായിട്ട് ലൈക്ക് നമ്മൾ ഓടിക്കുമ്പോഴുള്ള ഫീൽ തന്നെ വേറെയാണ്. പിന്നെ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മളുടെ മണ്ടയിലെ മേലെ ആ ഒരു സ്റ്റോൺ വീണ കഴിഞ്ഞ് കഥ എന്ന് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ നല്ലൊരു അഡ്വഞ്ചറസ് ഡ്രൈവ് ആയിരുന്നു ഗൈസ്. ലിറ്ററലി ഇഫ് യു ഗൈസ് എൻജോയ് ഡ്രൈവിംഗ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഷോട്ട്. ഡൽഹിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു 10 hours ആണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പോയാൽ മതി. കണ്ടില്ലേ ആ റോഡ് വരുന്നത് കണ്ടോ, ഡയറക്റ്റ് ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി വഴിയേ ഉള്ളൂ നമുക്കവിടെ. സോ ഇങ്ങനത്തെ യാത്ര നമുക്ക് എപ്പോഴും ലൈഫിൽ മെമ്മറബിൾ ആയിരിക്കും അല്ലേ ഗൈസ്. നമ്മൾ കുറച്ചുകൂടെ കിലോമീറ്റേഴ്സ് ഉള്ളൂ, അതിനിടയിൽ മഴ സ്റ്റാർട്ടായി ഗൈസ്. സോ കുറച്ച് ഡ്രിസിലിംഗ് ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് സേഫായിട്ട് റൂമിൽ എത്തണം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. അറൗണ്ട് ഒരു ഉച്ചനേരം കഴിഞ്ഞായിരുന്നു റൂമിൽ ചെക്ക് ഇൻ ആയപ്പോൾ. ഇതൊരു ഹിൽ റിവർ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു. ഞങ്ങൾ തീമായിട്ടുള്ള റിസോർട്ടിലോട്ടൊന്നും അധികം പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരവും കൂടെ ഉണ്ട്. പിന്നെ നമുക്കിഷ്ടം കുറച്ച് സെറ്റപ്പ് എല്ലാം അടുത്തടുത്ത് കിട്ടുന്ന സ്ഥലങ്ങളാണ് നോക്കാറ്. അപ്പോൾ ഇത് മോൾ റോഡ്, മണാലി മോൾ റോഡിനൊക്കെ അടുത്ത് വരുന്ന ഒരു ഹോട്ടലാണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ലഗേജ് കൊണ്ട് നടക്കാനും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അങ്ങനെ അടിപൊളി വ്യൂ ആണ് റൂമിലൊക്കെ ഉള്ളത്. വേഗം ലഞ്ച് കഴിച്ച് ഞങ്ങൾ അന്ന് മണാലി ഫുള്ള് കണ്ടു തീർക്കാൻ തീരുമാനിച്ചു. ഫസ്റ്റ് പോകുന്നത് ഹഡിംബ ടെമ്പിളിലാണ്. നല്ല ചില്ലി വെതറായിരുന്നു, തണവ് നന്നായിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ മഴ ഇങ്ങനെ കുട്ടിയായി വീഴുമ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ ഇന്ന് മണാലി കണ്ടു തീർന്നാൽ മാത്രമേ നമുക്ക് നാളെ കോക്സർ, സിസു എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുള്ള് മണാലി ഫിനിഷ് ചെയ്യാനായിരുന്നു പ്ലാൻ. ഇതൊരു അമ്പലമാണ്. ഇവിടെ നിങ്ങൾക്ക് ഉള്ളിൽ ദർശനം ചെയ്യാം. എനിക്കിത് ഓർമ്മ ഉണ്ട്, കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ 2014 വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ ഒരു കൊടൈക്കനാൽ വൈബൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. യാക്ക് റൈഡ് കിട്ടും, യാക്കിൻ്റെ മേലെ ഇരുന്നിട്ട് പോവാം. നമുക്ക് വേണമെങ്കിൽ മണാലി ഡ്രസ്സസ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം. പിന്നെ ബണ്ണി ഉണ്ട്, ബണ്ണീനെ വേണമെങ്കിൽ മടിയിൽ വെച്ച് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ട്രൈ ദീസ് ഓൾ സ്റ്റഫ്സ്. നമ്മുടെ അമ്പലത്തിലെ പോലെ തന്നെ ഷൂസൊന്നും അലൗഡ് അല്ല. അപ്പോൾ ചെരുപ്പൊക്കെ ഊരി നടക്കുമ്പോൾ നല്ല തണവാണ്, നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. കാലിൽ നിന്ന് ഇങ്ങനെ തണവ് അടിച്ച് കയറും, പക്ഷേ നല്ല അടിപൊളിയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് ഹഡിംബ ടെമ്പിളിലാണ്. ഇത് കഴിഞ്ഞാൽ ഇതിനടുത്ത് തന്നെയാണ് വൻവിഹാർ ഉള്ളത്. സോ ഇവിടെ അമ്പലത്തിൽ ദർശനം ചെയ്യാൻ നമുക്ക് ഷൂസ് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഉള്ളിൽ പോയിട്ട് ദർശനം ചെയ്യാം. പീസ്ഫുൾ ആണ്, നല്ല അടിപൊളി വെതറാണ്. കുറച്ചൊക്കെ ഡ്രിസ്ലിംഗ് ആണ്, തണവുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ നൈസ് ഗൈസ്. സോ യു ക്യാൻ സീ നല്ല അടിപൊളി വ്യൂ ആണ്. കുറേ പിക്സ് എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ. റിയാലിറ്റി ചെക്ക് ഗൈസ്. ആക്ച്വലി വൻവിഹാറിനുള്ളിൽ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. യു ഡെഫിനറ്റ്ലി ക്യാൻ സ്കിപ്പ് ദിസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിൽഡ്രൻസിനുള്ള ഒരു പാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നടക്കാനുള്ള ഒരു ഏരിയ മാത്രമാണ്. നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ അവിടെയൊന്നുമില്ല. സോ യു ഗൈസ് ഇഫ് യു വാണ്ട് യു ക്യാൻ സ്കിപ്പ് ദിസ്. അഗെയിൻ നെക്സ്റ്റ് ടിബറ്റൻ മൊണാസ്ട്രി. ധാരാളം ടിബറ്റൻ മൊണാസ്ട്രി പല സ്ഥലത്തും കണ്ടുകൊണ്ടായിരിക്കാം എനിക്കിവിടെ കാര്യമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ദെൻ വി ആർ ഗോയിങ് ടു മോൾ റോഡ്. അപ്പോൾ ഒരു ഹഡിംബ ടെമ്പിൾ മാത്രമാണ് ആക്ച്വലി മണാലിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഇറ്റ്സ് വെരി വെരി ഓപ്ഷണൽ. നിങ്ങൾക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പോയി കാണാം. മോൾ റോഡിലാണ്. മോൾ റോഡിൽ ഇപ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിലേബിയൊക്കെ ഉണ്ട്, പക്ഷേ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് മേ ബി ഞാൻ ഡൽഹിയിൽ നിന്ന് പോകുന്നത് കൊണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ എനിക്ക് അവിടെ കാര്യമായിട്ടൊന്നും ഷോപ്പിംഗ് നമ്മൾ മസൂരി നൈനിറ്റാളിലൊന്നും കണ്ടതിൻ്റെ ഒരു 1% പോലും എനിക്കിവിടെ ഫീൽ ചെയ്തില്ല. സോ മോൾ റോഡ് ഈസ് ജസ്റ്റ് ഓപ്ഷണൽ. ലൈക്ക് നല്ല പിക്സ് കിട്ടും, അതൊരു നല്ല കാര്യമാണ്. നല്ല ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡു ഗോ ആൻഡ് ഫോളോ ദെയർ ഓൾസോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഇന്നത്തെ ഡേ ഇങ്ങനെ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു.